നമസ്തേ. ജനൻ ടി വിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിലെ ഒരുപാട് വാർത്തകളുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരുപാട് വാർത്തകളുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും തന്നെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ ദേശീയ തലത്തിൽ നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു. അതിൻ്റെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ഈ അരമണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് മുന്നണികളും നേതാക്കളും. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലേക്ക് ജനങ്ങളുമെല്ലാം തന്നെ അവരുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ജനങ്ങളുമെല്ലാം തന്നെ. എന്തായാലും ദേശീയ തലത്തിലേക്ക് ആദ്യം പോകാം. എന്തായാലും വലിയ രീതിയിലുള്ള വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ വിദേശത്തുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയൊക്കെ നോക്കിക്കാണാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരുന്നു. ഏകദേശം 25-ലധികം വിദേശ രാഷ്ട്രീയ പാർട്ടികളെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നോക്കിക്കാണാനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അറിയുന്നതിനും വേണ്ടി BJP ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിൽ നിന്നുള്ള പാർട്ടികളെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിലേക്ക് 97 കോടി വോട്ടർമാർ, 6 ദേശീയ പാർട്ടികളും 57 സംസ്ഥാന പാർട്ടികളും അടക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2597 രാഷ്ട്രീയ പാർട്ടികൾ. ഉത്സവ അന്തരീക്ഷത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം, ഭാരതത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് മറ്റു രാജ്യങ്ങൾക്ക് ഒരു പഠന വിഷയവും കൗതുകവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് വിവിധ രാജ്യങ്ങളിലെ പ്രധാന കക്ഷികളെ BJP ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അമേരിക്കയിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടി, പ്രതിപക്ഷത്തുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി, UK-യിലെ കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടി, ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ അവാമി ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ ഭാരതത്തിലെത്തും. ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ കക്ഷികളെയും ഒഴിവാക്കിയത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ അയൽ രാജ്യമായ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉൾപ്പെടെ ക്ഷണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ബംഗ്ലാദേശിലെ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയെയും ഒഴിവാക്കി. ജനം, ഡൽഹി. എന്തായാലും തെരഞ്ഞെടുപ്പ് ആ ഒരു തീയതികളിലേക്ക് എത്തുമ്പോൾ ഒരു അജയ്യ ശക്തിയായി NDA മുന്നോട്ട് വരികയാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ അത് പ്രകടമായ ഒരു വ്യത്യാസം. ഓരോ ദിവസം കഴിയുമ്പോഴും പല നേതാക്കളും, അതൃപ്തിയുള്ള പല നേതാക്കളും NDAയിലേക്ക് വരുന്നു. നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന പാതയിലേക്ക്, അല്ലെങ്കിൽ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, രാജ്യസ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കടമയിലേക്ക് അവരെല്ലാം തന്നെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് ഒരു വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം NDAക്ക് അവിടെ നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രകടമായ ഒരു വ്യത്യാസം, ഈ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സാഹചര്യം. അങ്ങനെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു കാലത്തിലൂടെ തന്നെയല്ലേ പോകുന്നത്. അതെ, മഹാരാഷ്ട്രയിലെ ഒരുപാട് രാഷ്ട്രീയ വടംവലികളൊക്കെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ അടുത്ത കാലത്ത് തന്നെ. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഫാക്ടറിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് BJP അല്ല NDAയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ഒരു തന്ത്രമുണ്ട്. അവിടെ രാജ് താക്കറെ കളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ NDAയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി രാജ് താക്കറെ തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നത്. മോഡിയുടെ വികസനവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. NDAയുടെ ഭാഗമായി ഇനി മുതൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പ്രവർത്തിക്കും. ആ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് MNS NDAയുടെ ഭാഗമായത്. കഴിഞ്ഞ മാസം ഡൽഹിയിൽ രാജ് താക്കറെയും അമിത്ഷായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് MNS NDA ധാരണയിലെത്തിയത്. ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തുടരും. എന്നാൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ശിവസേനയിൽ ലയിക്കുന്നു എന്ന വാർത്തകൾ രാജ് താക്കറെ നിഷേധിച്ചു. ബാൽ താക്കറെയ്ക്ക് കീഴിലല്ലാതെ താൻ ആരുടെയും കീഴിൽ പ്രവർത്തിക്കില്ലെന്നും MNS ഇതേ നിലയിൽ തുടരുമെന്നും രാജ് താക്കറെ മറുപടി നൽകി. BJP, ശിവസേന, NCP, MNS അടങ്ങിയതാണ് മഹാരാഷ്ട്രയിൽ നിലവിൽ NDA. അതേസമയം INDA മുന്നണിയിൽ ഭിന്നത തുടരുകയാണ്. സീറ്റ് ചർച്ചയിൽ കോൺഗ്രസ് ശിവസേനയ്ക്ക് കീഴ്പ്പെട്ടു എന്ന ആരോപണം പാർട്ടിക്കകത്ത് തന്നെ ശക്തമാകുന്നു. 21 സീറ്റിൽ ശിവസേന ഉദ്ധവ് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 17ഉം NCP ശരത് പവാർ പക്ഷത്തിന് 10 സീറ്റും.
അണികൾ പോലുമില്ലാത്ത ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് ഇത്രയധികം സീറ്റുകൾ നൽകേണ്ടതില്ല എന്ന വികാരമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ജനം, ഡൽഹി. നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു വികസന നേട്ടം എന്നത് ഈ റോഡ് നിർമ്മാണം, പ്രത്യേകിച്ച് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ നമുക്കറിയാം കേരളത്തിൽ വർഷങ്ങൾ പഴക്കമുള്ള, അതായത് 40 വർഷമായി തറക്കല്ലിട്ട പദ്ധതികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. അത് ആ റോഡ് നിർമ്മാണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു ഫാക്ടറാകും. അത് യാതൊരു സംശയം. അത് ജനങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അതുപോലൊരു ശ്രദ്ധ ചെലുത്തിയ ഒരു സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ നിതിൻ ഗഡ്കരി. അതേ മത്സരിക്കുന്ന നാഗ്പൂരും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം, പ്രത്യേകിച്ച് മലയാളികളടക്കമുള്ള ആളുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. മഹാരാഷ്ട്രയിലെ ഈ നിതിൻ ഗഡ്കരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 12-ാം തീയതി നാഗ്പൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള CK പത്മനാഭൻ പങ്കെടുക്കും. BJP കേരള സെൽ അധ്യക്ഷൻ KB ഉത്തം കുമാർ, കാഞ്ചൻ ഗഡ്കരി തുടങ്ങിയവർ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുമെന്ന് അവിടുത്തെ നാഗ്പൂർ സിറ്റി പ്രസിഡന്റ് ഷിബു കൃഷ്ണൻ നായർ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം തന്നെ വലിയ രീതിയിലേക്കുള്ള പോരാട്ടം നടക്കുന്ന, ഇനിയും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലസ്ഥാന നഗരിയിലടക്കം വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. രാഷ്ട്രീയ പോരാട്ടം എന്ന് തന്നെ വിശേഷിക്കാൻ പറ്റും. പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള വലിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. എല്ലാ മണ്ഡലങ്ങളിലും അപ്പോൾ ഇടുക്കിയിലേക്ക് പോകുമ്പോഴും അവിടെ ശക്തമായ മത്സരങ്ങളാണ്. മലയോര മേഖലയാണ് സാധാരണ ഒരു ഒഴുക്കിൽ പോകുന്ന ഒരു മണ്ഡലം. പക്ഷേ ഇത്തവണയും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം അവിടെയും നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവിടുത്തെ 3 സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജത്തോടെ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും എന്തായാലും ആ സ്ഥാനാർത്ഥികളുടെ വിശേഷത്തിലേക്കാണ്, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്കാണ് ഇനി. ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി. NDAയ്ക്കായി സംഗീത വിശ്വനാഥും UDFനായി ഡീൻ കുര്യാക്കോസും LDFനായി ജോയിസ് ജോർജും മത്സരിക്കുന്നു. ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന് ഇത് കന്നി അംഗമാണ്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പരിചയം സംഗീതയ്ക്കുണ്ട്. ഈ പരിചയം വോട്ടാക്കുന്നതിനൊപ്പം ഇടുക്കിയിലെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും കളം നിറയുകയാണ് NDA സ്ഥാനാർത്ഥി. ഒരു അട്ടിമറി വിജയം ലക്ഷ്യം വെച്ചുള്ള പ്രചരണ പരിപാടികൾ. ദേശീയ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സമുന്നതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇടുക്കിയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറി മാറി ഭരിച്ച LDFും UDFും എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ, മുന്നോട്ട് വെച്ച വികസന കുതിപ്പ്, അത് ഇടുക്കിയിലെ മണ്ണിലേക്കും കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രതിനിധി ആവശ്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു, മാറ്റം അനിവാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ കുടമലയാളം എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് താഴ്മയെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഡീൻ കുര്യാക്കോസിന് മണ്ഡലത്തിൽ ഇത് 3ാം അംഗമാണ്. 2014-ൽ ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയത്തിൽ PT തോമസ് തഴയപ്പെട്ടതോടെയാണ് ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥിയായി എത്തിയത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും LDFന്റെയും പിന്തുണയിൽ മത്സരിച്ച ജോയിസ് ജോർജ് അന്ന് വമ്പൻ വിജയം കൈവരിച്ചു. 2019-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് നേടി ഡീൻ വിജയിച്ചു. ഈ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്.
കേരളത്തിലെ ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ഒരു ഹിതപരിശോധനയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ സംസ്ഥാന സ്ഥിതിവിശേഷം വെച്ചുകൊണ്ട് തന്നെ 100% പോസിറ്റീവായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. വിജയം സുനിശ്ചിതമാണ്. വർദ്ധിച്ച ജനപിന്തുണയോടുകൂടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയമായിരിക്കും UDF ഈ മണ്ഡലത്തിലുണ്ട്. എനിക്കെതിരെ ഒരു ആക്ഷേപം അവർക്ക് പറയാനില്ല. അതുകൊണ്ട് അവർ വെറുതെ രാഷ്ട്രീയപ്രേരിതമായ ആക്ഷേപങ്ങൾ പറയും. MD ഫണ്ട് ചെലവഴിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ആയി കഴിയുമ്പോൾ കോൺട്രാക്ടർ ബില്ല് മാറി പണം കൈപ്പറ്റി അതിൻ്റെ റെക്കോർഡിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ ആകുന്നത്. ഞാൻ കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതെല്ലാം ഓൺഗോയിങ് പദ്ധതികളാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടായിരത്തി 2014 കന്യംഗത്തിൽ വിജയിച്ച ജോയ്സ് ജോർജിനും ഇത് 3ാം അംഗമാണ്. 2019 ഡീൻ കുര്യാക്കോസിനോടേറ്റ കനത്ത പരാജയത്തിന് ഇക്കുറി മറുപടി നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പുള്ളത്. കഴിഞ്ഞ 2 തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയ്സ് ജോർജിന് ഇത്തവണ കൂട്ടുള്ളത് CPM-ന്റെ പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം. ഒരാളുടെയും ടെലിഫോൺ കോൾ ഞാൻ എടുക്കാതിരുന്നിട്ടില്ല. തിരക്കുകൾ മൂലം എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ തിരക്കുകൾ കഴിയുമ്പോൾ അത് MP എന്ന നിലയിൽ ആ ഘട്ടത്തിൽ, പിന്നീട് അഭിഭാഷകൻ എന്ന നിലയിൽ, വക്കീൽ എന്ന നിലയിലുള്ള തിരക്കുകൾ കഴിയുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പരിഹാരമുണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ ഇടപെട്ടിട്ടുണ്ട്, പറ്റാത്തതാണെങ്കിൽ അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 2014 മുമ്പും 14 മുതൽ 19 വരെ MP ആയിരുന്നതിന് ശേഷവും അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലം നാളെ ഇന്ന് വരെയും തുടർന്നും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും ആളുകളുടെ മുമ്പിൽ മൈക്ക് വെച്ച് കെട്ടി എനിക്കിത് പറയാൻ സാധിക്കുന്നത് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഒരാളുടെയും ടെലിഫോൺ കോള് എടുക്കാതിരിക്കാതിരുന്നിട്ടുള്ളത് കൊണ്ടുമാണ്. ആ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനിത് പറയുമ്പോൾ തുടർന്ന് എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാനാവും. തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാം. ഒരു ഇടനിലക്കാരനും മധ്യസ്ഥനുമില്ലാതെ. അതിവിശാലമായ പാർലമെന്റ് മണ്ഡലമാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരിലേക്കും എത്തുന്നതിൽ സ്ഥാനാർത്ഥികൾക്ക് പരിമിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ നവമാധ്യമങ്ങളിലെ പ്രചരണങ്ങളിലൂടെ എല്ലാ വീട്ടിലേക്കും എത്തുക എന്നുള്ളതും സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ നവമാധ്യമങ്ങളിൽ പ്രചരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് 3 സ്ഥാനാർത്ഥികളും. മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളുടെയും പ്രചരണം കട്ടയ്ക്കാണ്. റോഡ് ഷോകൾ നടത്തിയും വാഹന പ്രചരണ ജാഥകളിലൂടെയുമെല്ലാം മണ്ഡലത്തിന്റെ മുഖമാകാനാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. പ്രചരണം പ്രവർത്തകർ ആഘോഷമാക്കുമ്പോൾ ഇടുക്കിയുടെ മനസ്സ് എങ്ങോട്ടെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഈ തലസ്ഥാന നഗരിയിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൂചിപ്പിച്ച പോലെ പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം നടക്കുന്ന, അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ചർച്ചയായി പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നു. എന്തായാലും വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ NDA സ്ഥാനാർത്ഥി ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വരവോട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായി തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് മാറിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചോളം, NDA സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ്. CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അദ്ദേഹം അവിടുത്തെ MP ഒക്കെ ആയിരുന്നു. ഈ രീതിയിൽ ശക്തമായ പ്രചരണമാണ് നടക്കുന്നതെങ്കിലും റോഡ് ഷോയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇവരേവരെക്കാളും ഒരു പടി മുന്നിലാണ് എന്നുള്ളതാണ് ആ മണ്ഡലത്തിന്റെ ഒരു വലിയ ആത്മവിശ്വാസം അല്ലേ പകരുന്നത്. ആ വാർത്തയിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ തലസ്ഥാന ജില്ലയിലും മണ്ഡല പര്യടനവും റോഡ് ഷോയും തുടരുകയാണ്. ഇടത് വലത് മുന്നണികൾക്ക് വെല്ലുവിളിയായി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനവും റോഡ് ഷോയും തുടരുന്നു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പര്യടനം ആരംഭിച്ച സ്ഥാനാർത്ഥിക്ക്
വൻ ജനപിന്തുണയാണ് നഗരഹൃദയം നൽകിയത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാനത്ത് മാറ്റം അനിവാര്യമാണെന്നും വികസനം എത്താത്ത തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടിസ്ഥാനമില്ലാത്ത കാര്യം പറയുകയാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നാളിതുവരെ കണ്ടിരുന്ന എല്ലാ സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റിമറിക്കണം. ഇന്നും നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകളും പച്ച നുണകളും എല്ലാം ഇന്ന് തുറന്നു കാണിച്ചേ മതിയാകും. ഈ സമകാലീന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിൽ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. അവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തലസ്ഥാനത്തെത്താത്ത വികസനം തന്നിലൂടെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറും ആവർത്തിച്ചു. ഇവിടെ ഞാൻ ആദ്യം കരുതിയത് ഇതൊരു മത്സരമായിട്ടാണ് ഞാൻ കരുതിയത്. ഇന്ന് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരാൻ എന്റെ ഒരു നിയോഗമാണ് BJPന്റെ നരേന്ദ്രമോദിജിന്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. പരമാവധി ജനങ്ങളെ നേരിൽ കാണാനും ജനങ്ങളുടെ അനുഗ്രഹാശീർവാദം ഏറ്റുവാങ്ങാനുമുള്ള NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനം 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. യുവതി യുവാക്കളെ നേരിൽ കണ്ട് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയ സ്ഥാനാർത്ഥി നാടും നഗരവും തീരവും സന്ദർശിച്ച ശേഷമാണ് സ്വീകരണ പര്യടനം തുടരുന്നത്. ജനം, തിരുവനന്തപുരം. ഏതായാലും തിരുവനന്തപുരം പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലം, ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അത് നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ ഒരു വരവോട് തന്നെയാണ് ഒരു വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട്. വലിയൊരു വോട്ടെന്നുള്ള മണ്ഡലമല്ല ഈ വയനാട്. കഴിഞ്ഞ പ്രാവശ്യം 80,000-ഓളം വോട്ടുകളാണ് കിട്ടിയത്. പക്ഷേ അവർ ശ്രദ്ധിക്കുന്ന അവരുടെ ഒരു ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അല്ലെങ്കിൽ മറ്റു പ്രചരണ തന്ത്രങ്ങളിലൂടെയൊക്കെ അവിടെ എല്ലാ സ്ഥലത്തും അവരുടെ കൂടെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലൊരു അവർ മുന്നോട്ട് പോകുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. അതായത് NDA മുന്നണിയുടെ ഒരു വലിയ രാഷ്ട്രീയം, അതായത് കേരളത്തിന് പുറത്തേക്കുള്ള രാഷ്ട്രീയം, കേരളത്തിനകത്തുള്ള രാഷ്ട്രീയം, ഈ സാധനങ്ങൾ ദേശീയ തലത്തിലൊക്കെ തന്നെ കൃത്യമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. എന്തായാലും K. സുരേന്ദ്രൻ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സജീവമാണ്. മലപ്പുറം ജില്ലയോട് ചേർന്ന് നടക്കുന്ന ഏറനാട് മണ്ഡലത്തിലായിരുന്നു K. സുരേന്ദ്രൻ ഇന്നത്തെ പ്രചരണ പരിപാടികളൊക്കെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നിലമ്പൂർ മണ്ഡലത്തിലെ ഉജ്ജ്വല സ്വീകരണത്തിനും പര്യടനത്തിനും ശേഷമാണ് K. സുരേന്ദ്രൻ ഏറനാട് മണ്ഡലത്തിലെത്തിയത്. വിവിധ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകരണമാണ് നാട്ടുകാർ നൽകിയത്. തങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രതീക്ഷകളും അമ്മമാരടക്കമുള്ളവർ സ്ഥാനാർത്ഥിയോട് പങ്കുവച്ചു. മണ്ഡലത്തിലുള്ളവർ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് K. സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇന്ന് കാലത്ത് മുതൽ ഏറനാട് അസംബ്ലി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു പര്യടനം. ഏറനാടിന്റെ സ്നേഹം തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഏറനാടൻ ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളാണ് ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ബോധ്യമാവുന്നത്. വലിയ മുന്നേറ്റമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ NDAക്ക് അനുകൂലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ശരിയായി ഇവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുകയാണ്. വയനാടിന് ഒരു സ്ഥിരം MP വേണം, ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു MP വേണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ NDAയും UDF LDF മുന്നണികൾ ഒരുമിച്ച് IND സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു മുന്നേറ്റം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയോര പ്രദേശമായ കക്കാടംപൊയിലെത്തിയ സ്ഥാനാർത്ഥിയോട് ജനങ്ങൾ വന്യമൃഗശല്യത്തിന്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചു. ആളുകളുടെ എല്ലാ ആശങ്കയും കേട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് K. സുരേന്ദ്രൻ മടങ്ങിയത്. ജനം, വയനാട്. എന്തായാലും ഒരുപാട് രാഷ്ട്രീയ വിശേഷങ്ങൾ ദേശീയ തലത്തിൽ തൊട്ട് കേരളത്തിൽ വരെ വന്നു നിൽക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി, പുതിയ തന്ത്രങ്ങളുമായി, പുതിയ പ്രചരണ രീതിയുമായി മുന്നണികളെല്ലാം മുന്നോട്ട് പോകുന്നു. എന്തായാലും നരേന്ദ്രമോദി എത്തുന്നു, നാളെ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് മീനാക്ഷിയിലേക്ക് എത്തുന്നു, അങ്ങനെ രാഹുൽ ഗാന്ധി വരുന്നു. അങ്ങനെ കേന്ദ്ര നേതാക്കളെ കൊണ്ട് സമ്പന്നമായ ഒരു തെരഞ്ഞെടുപ്പ്, വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത ദിവസം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചൂടും അതേ ആവേശവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.